ഹായ് ഡിയേഴ്സ്, അവധിയൊക്കെയല്ലേ. അപ്പം വേണ്ട പിള്ളേരൊക്കെ രാവിലെ തന്നെ മാംഗോ ജ്യൂസൊക്കെ അടിച്ച് വേണ്ട വിൽക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ വഴിയറമ്പിൽ പോയി നിന്നു. സാധനങ്ങളെല്ലാം ഓരോരുത്തരും പിറക്കിക്കൊണ്ട് വന്ന് എല്ലാം സെറ്റ് ചെയ്തു. രാവിലെ ബിസിനസ്സിന് ഇറങ്ങിയിരിക്കുകയാണ് പിള്ളേർ. അല്ല എടാ, ഈ കപ്പ് 15 രൂപ, ഇത് 20. 15 രൂപ നമ്മളെ കണ്ട് പേടിച്ചു. ഇന്നലെ നല്ല കച്ചവടം ഉണ്ടായി. പക്ഷെ ഇന്നലെ എത്ര നേരം നിന്നിട്ടാ നിങ്ങൾക്ക് കച്ചവടം കിട്ടിയത്? കുറെ പേരോട് നിങ്ങൾ ചോദിച്ചില്ലേ? 2.5 മണിക്കൂർ. 2.5 മണി. ഇപ്പൊ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഒരാള് മേടിച്ചു. അവിടത്തെ ഇല്ല. അവരും പോയി. ആ ചേട്ടനോട് ചോദിക്കും. ചേട്ടൻ മൈൻഡ് പോലും ചെയ്തില്ല. ഇല്ലെങ്കിൽ നമ്മളിത് കുടിച്ചു കയറിപ്പോയി. ഞാൻ കുടിച്ചോളാം. പൈസ തരത്തില്ല. ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് വീഡിയോ ഭയന്ന് മേടിക്കാതിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് 200 രൂപ കിട്ടി. ഇപ്പോഴാണ് 75 രൂപ കിട്ടിയത്. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളു, അതുകൊണ്ടായിരിക്കും. ഇന്നലെയാണ് തുടങ്ങിയപ്പോ തൊട്ട് എന്നാ കഷ്ടമാണ്. ചിറ്റ എനിക്ക് പോവാ. ഞാൻ വല്ലതും കറിയും വെക്കാൻ പോവാ. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് തോരൻ വെക്കണം ഉച്ചക്കത്തേക്ക്. സമയം കാശ് കിട്ടി. ഏതായാലും കണക്ക് പഠിക്കും. കണക്ക് ഒന്നര വരെ ഉള്ളു. സൈക്കിള് താഴെ വീണ്. ഫേവറേറ്റ് കസ്റ്റമർ ആണോ? ആദ്യമേ വാങ്ങിച്ച് ഉദ്ഘാടനിച്ചത്.
ആണോ? 100 രൂപ തന്നു ഒറ്റടി. ഒരു ജ്യൂസിന് 100 രൂപ. ആണോ? ഭയങ്കര കച്ചവടക്കാരാ നിങ്ങള്. പിന്നെ ഞാൻ അവിടെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്തോ വല്ലതും തായോ. എന്നെ ഇവര് പറഞ്ഞു വിടുവാണല്ലോ. പ്ലീസ് ഞാൻ പോവാ. കൊണ്ട് കൊടുത്തിട്ട് വരാം. അങ്ങോട്ടാണോ? ആഹാ, അവിടെ കൊണ്ടുപോയി കൊടുക്കുവാണോ? ഇതാണോ ഇഷ്ടപ്പെട്ട കസ്റ്റമർ എന്ന് പറഞ്ഞ? കച്ചവടം ആയോ പിള്ളേരെ? എന്നെ ഓടിച്ചു വിട്ടിട്ട് കച്ചവടം കിട്ടിയോ? കിട്ടിയോ? നോക്കട്ടെ. ജ്യൂസൊക്കെ തീരാറായല്ലോ. മുന്നിൽ നിന്ന് മാറും. വണ്ടി പോട്ടെ. ഇച്ചിരി മാറി നിക്കടാ, വണ്ടി എടുക്കട്ടെ. ആഹാ, 100 രൂപ കിട്ടിയോ വീണ്ടും? കൊറേ പൈസ കിട്ടി കേട്ടോ. ഞാൻ പോകാഞ്ഞിട്ടായിരുന്നെന്ന് തോന്നുന്നു. എലിശ ഇവിടെ ഗ്ലാസ് കഴുകുന്നു. സമയം ഇപ്പം 12:30 ആയി. 12:30 കഴിഞ്ഞു. 1:30 വരെയല്ലേ സമയം? അതിപ്പോ ഈസി ആയിട്ട് തീരുമെന്ന് തോന്നല്ലോ. അമ്മ പോയി കഴിഞ്ഞിട്ട് എത്ര പേര് വന്നു? കൊറേ പേര് വന്നോ? അമ്മ ഉണ്ടായിരുന്നോ പ്രശ്നം? അല്ല, വീഡിയോ എടുത്താൽ അവർക്ക് പേടി. അമ്മ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തോണ്ട് അവർക്ക് പേടി. വീഡിയോ എടുത്താൽ അവർക്ക് പേടിയാ. ഇനി നമുക്ക് കുടിച്ചു തീർക്കാനായിട്ടുള്ള ജ്യൂസ് അല്ലേ ഉള്ളൂ? ഉണ്ടോ? ജ്യൂസ് കച്ചവടം ഇല്ല, തീർന്നിട്ടില്ല. ഉണ്ട്. അടുത്ത ആളെ കിട്ടി. ഭയങ്കര കച്ചവടമാണല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ നല്ല പരിചയമാണല്ലോ. 20-ന്റെ കറക്റ്റ് പൈസയൊക്കെ അറിയാലോ. ആണോ? 270 രൂപ കിട്ടി. ഏതായാലും കണക്ക് പഠിക്കും. ഏതായാലും 280. ഓ, അങ്ങനെ 300 ആയിരിക്കുകയാണ്. ഇന്നലെ 200 ആണെങ്കിൽ ഇന്ന് 300. 100 രൂപ കൂടുതൽ കിട്ടിയല്ലോ. കൂടെ ഉള്ള ജ്യൂസേ ഉള്ളൂ. ഇത് ഓരോ പ്രാവശ്യം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വരുവാ. ഇവര് കുറച്ച് വീതം ഫ്രിഡ്ജിൽ കുറെ വെച്ചിട്ടുണ്ട്. കുറച്ച് വീതം എടുത്തോണ്ട് ചിറ്റയ്ക്ക് വന്നേക്ക് ജ്യൂസ്. പൈസ ഇല്ല. ഞങ്ങള് 3 ട്രിപ്പ് പോകുമ്പോ ഓ, ശരി ആയിക്കോട്ടെ. എനിക്ക് മാക്സ് തരത്തില്ലേ? വാങ്ങിച്ചു തരത്തില്ലേ? 10 രൂപ ഉണ്ടാന്ന് പറഞ്ഞവരല്ലേ കൂടുതൽ? അല്ല, വേണമെന്ന് അറിയാലോ കൂടുതൽ. ആണോ? മിക്കരും നിർപ്പിച്ച് കുടിപ്പിച്ച് ഞങ്ങളൊരാളുടെ ബൈക്കിൽ വലിച്ചു കയറ്റിയിട്ട് മര്യാദയ്ക്ക് കുടിച്ചതാണ്. ദൈവമേ, വീട്ടിൽ കയറ്റാൻ വേണ്ടി ഏറ്റവും അവസാനത്തെ ജ്യൂസ് ഞാൻ വാങ്ങിക്കുകയാണ്. കാശ് വീട്ടിൽ ചെന്നിട്ട് തരാവേ. എന്നിട്ട് പറ്റിക്കരുത്. പറ്റിക്കത്തില്ല. 20 രൂപയുടെ ജ്യൂസ് 20 രൂപയുടെ ജ്യൂസ് പകുതി പോലും, കാല് പോലും ഇല്ല. ഇതെങ്ങനെ നിങ്ങൾ കച്ചവടം ചെയ്യാനായിട്ടായിരുന്നു? ആരും മേടിക്കത്തില്ലായിരുന്നല്ലോ. നഷ്ടക്കളിയാ. അപ്പൊ നമ്മള് വളരെ നഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചു. ഞങ്ങൾ ഇന്നും അമ്മയ്ക്ക് ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി തരത്തില്ല. ഞങ്ങൾക്ക് 20 രൂപ തരണം. നല്ല ജ്യൂസാ. 50 രൂപ തരണം. അച്ഛമ്മ ഉണ്ടാക്കിയത് കൊണ്ട് നല്ലതാ. അപ്പൊ ഞങ്ങൾ എന്നും ഉണ്ടാക്കുന്നത്. അയ്യോ, നിങ്ങളുടെ കഷ്ടപ്പാട്. അയ്യോ, അത് ഭയങ്കരമായിട്ട് ഈ വെയിലത്ത് നിന്ന്. ഞങ്ങളുടെ കഷ്ടപ്പാടിന് ഞങ്ങൾക്ക് 50 രൂപ. 5 രൂപയുടെ ജ്യൂസ് തന്നിട്ട് 50 രൂപ തരണോന്ന് എവിടുത്തെ? ഇനി അപ്പം കച്ചവടം കഴിഞ്ഞു. ഇനിയും വീട്ടിലോട്ട് വന്നോളൂ എല്ലാരും. പൈസ ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം. അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. ഞങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല.
തരാനേ, ഞാൻ തരാം. എല്ലാം എടുത്തോണ്ട് വന്നേ പാപ്പം. ഓരോന്നും പൊക്കിക്കേ, കച്ചവടം കഴിഞ്ഞപ്പം. അപ്പൊ എല്ലാം എടുത്തോ, നിരത്തിക്കോ എല്ലാം. വേസ്റ്റ് കൊണ്ട് പുസ്തകൂട്ടനാ പോകുന്നേ. വെള്ളം. ബൈ ബൈ. പോട്ടെ പോട്ടെ, വണ്ടി വിട്ടു. ബാക്കി ഇനി പാത്രം കഴുകാനായിട്ടുണ്ട്. നിങ്ങൾ എടുത്തോണ്ട് വരാനായിട്ടുള്ള മടി. ആരാ? എപ്പിയാണ്. അല്ല, ഏപ്പിക്കൊണ്ട് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് എപി മാത്രം ഒന്നും ചെയ്യും. എപി ക്രിസ്റ്റോട്ടൻ ഏതാണ് ഹേഡൻ? സത്യം. എങ്കിൽ പോയി എടുത്തോണ്ട് വാ, വേഗം എടുത്തോണ്ട്. ജനസമൂഹം. അപ്പൊ ഓക്കെ ബൈ ബൈ. എല്ലാവർക്കും സങ്കടം, ഇനി പൈസ എങ്ങനെ വിഭജിക്കുമെന്ന് ഓർത്തിട്ടുള്ള വിഷമം.